ഒരു ഭാര്യയെ അവരുടെ ചില സ്വഭാവത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ മാറ്റി നിർത്തരുതേ. ലാ യഫറുകും റുഉൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഒരു സ്വഭാവം നിങ്ങളുടെ ഭാര്യയുടേത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതിൽ ആ പെണ്ണിനെ തൊലാഖ് ചൊല്ലുകയോ വെറുപ്പിക്കുകയോ അവളെ വേദനിപ്പിക്കുകയോ മാനസികമായി ഉപദ്രവം ചെയ്യുകയോ അരുത്. എന്തുകൊണ്ട്? ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് അതിനിപ്പുറത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 100 സ്വഭാവങ്ങൾ അവളിൽ കാണാൻ പറ്റിയേക്കും. ഈ ഹദീസ് ഒരു മനുഷ്യനെ വിലയിരുത്താനുള്ള ഒരു മെഅയാറാണ്. ഇതൊരു ക്രൈറ്റീരിയനാണ്. മുമ്പ് വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിടുകയും അതുപോലെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ മഗ്‌രിബിന് ശേഷം പുറത്തേക്ക് വിടരുത് എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട്. എന്താണ് അറിയേണ്ട കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞത്. ആ സമയത്തിൽ പിശാചുക്കളുടെ സ്വൈര്യവിഹാരം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൈശാചിക ബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കളെ, സ്ത്രീകളെ ആ സമയത്ത് പുറത്തേക്ക് വിടരുത്. പിശാച് ബാധ ഏൽക്കാതിരിക്കാൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജന വ ബിസ്മില്ലാഹി ഖറജന വ അലല്ലാഹി റബ്ബന തവക്കൽനാ. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് പിശാച് ബാധ ഏൽക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും പതിവാക്കുക. മഗ്‌രിബിന് ശേഷം കുട്ടികളെയും സ്ത്രീകളെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കുക. ഇശാ കഴിഞ്ഞിട്ടൊക്കെ ഇറക്കിക്കോളി. ആ മഗ്‌രിബിന് ശേഷമുള്ള സമയം അത് ശ്രദ്ധിക്കണം. മഗ്‌രിബിന്റെ